നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് എന്റെ അഭി മാത്രം മതി. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞങ്ങൾ അന്തസ്സായിട്ട് തന്നെ ജീവിക്കും. ജീവിക്കും. നമുക്ക് കാണാം. ഇന്നും വരെ ശരീരം അനങ്ങി ജോലി ചെയ്യാത്ത അഭി എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. കാണാനൊന്നും ഇല്ലമ്മേ. ഈ വാശിയുള്ള അമ്മയുടെ മോൻ തന്നെയല്ലേ അഭി. അപ്പൊ പിന്നെ ഒരിക്കലും പരാജയപ്പെടില്ല. നിന്റെ നാവിന്റെ ശക്തിക്കിപ്പോഴും കുറവൊന്നും വന്നിട്ടില്ല. നീ നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചു. പക്ഷേ അത് ഇവിടെ വേണ്ട. ഞാൻ ഭരത്തിനോട് സംസാരിക്കാനാ വന്നത്, അമ്മയോടല്ല. അമ്മ പറഞ്ഞതിനുള്ള മറുപടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഭരത്തെ, നീ നിന്റെ വാശി മാറ്റിവെക്ക്. നീ ഇവിടെ എങ്ങനെ വേണമെങ്കിലും കഴിഞ്ഞോ, പക്ഷെ ഭാവനേച്ചിയെ മറന്നുകൊണ്ട് നീ ജീവിക്കരുത്. ഇപ്പൊ തന്നെ ഇന്റർവ്യൂവിന് വന്ന ലെറ്റർ നീ ഭാവനേച്ചിയോടും അമ്മയോടും വിളിച്ചു പറ. അതിനാണ് ഭാവനേച്ചി വന്നതെങ്കിൽ നിക്കണമെന്നില്ല. ഭരത്തേട്ടാ, ഇവിടെ ഇപ്പൊ ഞാൻ ആന്റി പറഞ്ഞതേ കേൾക്കൂ. ഭാമേച്ചിയുടെ ജോലി നോക്കും. ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്തോളാം. പറ്റില്ല. നീ ഇപ്പൊ തന്നെ ഭാവനേച്ചി വിളിച്ചു പറയണം. ആരോട് പറയണം ആരോട് പറയണ്ടെന്ന് എനിക്കറിയാം. ചേച്ചി അതിൽ ഇടപെടണ്ട. എനിക്ക് ചേച്ചിയോട് എന്തെങ്കിലും താല്പര്യമില്ല. വടി. എന്താടി, നിനക്ക് മതിയായോ? എന്നാ പിന്നെ നിക്കുന്ന എന്തിനാ? ഇറങ്ങി പോടി. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറങ്ങി പോവാൻ. ഇറങ്ങി പോടി. എടി ഭാവനെ, ഭരത്തിനെ വെച്ച് ഞാൻ നിന്റെ കുടുംബം മൊത്തം ഇല്ലാതാക്കും. എല്ലാവരുടെയും മനസമാധാനം ഞാൻ ഇല്ലാതാക്കും. ഇല്ലെങ്കിൽ എന്റെ പേര് അമ്പാലിക എന്നല്ല. ഭരത്തിന് അമ്മയെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ചാ. അവനെന്താ അനുഭവിച്ചൊക്കെ മറന്നു. പാവം. ഭരത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട ഭാവനയോട് ഈ വിവരം പറയാഞ്ഞത് തെറ്റ് തന്നെയാ. ഞാനൊന്ന് ഭാവനേച്ചി വിളിച്ചു പറഞ്ഞാലോ? ഇപ്പൊ വേണ്ട മോനെ, ബാമ പോയിരിക്കല്ലേ. എന്തവിടെ സംസാരിച്ചെന്നറിയില്ലല്ലോ. ഏയ്, സംസാരിക്കാനൊന്നുമില്ല ചാ. ഭരത് ഇനിയും ഭാവനേച്ചിയെ വിളിക്കാനും പോകുന്നില്ല, പറയാനും പോകുന്നില്ല. നിന്റെ അമ്മ കാരണം വീണ്ടും ആ കുടുംബത്തിന് തലവേദന കൂട്ടിക്കൊണ്ടിരിക്കുക. അരുന്ധതിക്ക് ഭരത്തിനോടൊന്ന് പറഞ്ഞുകൂടാ ചാ. അവള് പറഞ്ഞ അവൻ കേൾക്കും. എനിക്കങ്ങനെ തോന്നുന്നില്ല മോനെ. നിന്റെ അമ്മയിലെ ആള് ഭരത്തിന്റെ കൂടെ നിർത്താൻ എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങളാ കൊടുത്തിട്ടുള്ളതെന്ന് ആർക്കറിയാം. നിന്റെ അമ്മ ചുമര കണ്ട് ചിത്രം വരയ്ക്കാറുള്ളൂ. എന്നാലേ കുറച്ചു നാളത്തേക്ക് നിലനിൽപ്പുള്ളൂ എന്ന് നമുക്കറിയാം. ഭരത് അത്ര നിസ്സാരക്കാരനല്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാ വീട്ടിൽ പോയി ഭരത്തിനെ കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷെ ഭരത്തിനത് അറിയില്ലല്ലോ. അറിഞ്ഞാലും അവൻ ഒട്ടും പ്രതികരിക്കത്തില്ല ചാ. അവൻ ആവശ്യം പണം മാത്രമാണല്ലോ. പണം ആർക്കാൻ മോൻ ആവശ്യമില്ലാത്തത്. നിന്റെ അമ്മയുടെ കയ്യിലെ പണം കണ്ടിട്ട് തന്നെ ആവണം ഭരത് അരുന്ധതിയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. അവൻ അവളോട് സ്നേഹക്കുറവൊന്നുമില്ല കേട്ടോ. നിന്റെ അമ്മയുടെ ധാരണ പണം കൊടുത്ത് എല്ലാവരും വിലക്കെടുക്കുന്ന. ഒടുവിലത് തിരിച്ചടിയെ തന്നെ കിട്ടുമെന്ന് അവൾ അറിയുന്നില്ല. ഞാനും കൂടെ ഒന്ന് ഭരത്തിനോട് സംസാരിച്ചാലോ? എന്തിനാ വെറുതെ ഭാവനേച്ചി വെറുപ്പിക്കുന്നേ? ഒരു കാര്യമില്ലടാ. നമ്മൾ ആര് പറഞ്ഞാലും ഭരത് അനുസരിക്കില്ല. അമ്മ എന്ത് പറഞ്ഞാലും അവൻ അപ്പം അനുസരിക്കും. എന്നോട് ഭരത്തിനുള്ള ബഹുമാനം നഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതിയ ഞാൻ കൂടുതലൊന്നും പറയാതിരിക്കുന്നത്. അച്ഛനാ ചെയ്തതാണ് ശരി. വെറുതെ എന്തിനാ അച്ഛനച്ഛൻ്റെ വില കളയുന്നത്? ഇവിടെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന വേറെ ഒന്നുമല്ല. എന്തായാലും ഭാവനേച്ചി ഇതറിയും. അറിഞ്ഞാ ഭരത്തിനെ വെറുതെ വിടാനും പോകുന്നില്ല. അല്ലെങ്കിലും അവൻ എന്തിനാ ഭാവനയോട് നന്ദികേട് കാണിക്കുന്നത്? ബുദ്ധിപൂർവ്വം അവനൊന്ന് ചിന്തിച്ചൂടെ? അമ്മ അതിനുള്ള അവസരം കൊടുക്കത്തില്ല ചാ. അമ്മയ്ക്കിഷ്ടം ഇപ്പോഴും ഭാവനേച്ചിയെ ഇല്ലാതാക്കണമെന്ന് തന്നെ. അത് അവള് മാത്രം വിചാരിച്ചാൽ മതിയോ? അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ ചാ. എത്ര നാൾ ഇങ്ങനെ കാണിക്കുമെന്ന് അറിയണമല്ലോ. നീ എന്തായാലും ബാമി ഒന്ന് വിളിച്ചു. പോയ കാര്യം എന്താണെന്നറിയാലോ. ഏയ് വേണ്ട ചാ, അവള് വരട്ടെ. മുളക്
അപ്പേട്ട എന്തൊരു ഗതികേടാണ് നോക്കിക്കേ. ആ ഭാവനയായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ കാണുമോ? ഗായത്രിയാണെങ്കിൽ എന്നെ എത്ര നിർബന്ധിച്ചിട്ടാണെന്നോ ആഹാരം കഴിപ്പിക്കുന്നത്. എല്ലായിടവും ഒരുപോലെ ഇരിക്കില്ലല്ലോ ജാനകി. ജാതകത്തിൽ നമുക്കിപ്പോ കണ്ടത് ശനിയാണെന്നാ തോന്നുന്നേ. എന്ത് കുന്തമായാലും ശരി, ഇതൊരുമാതിരി വല്ലാത്ത ചതിയായിപ്പോയി. ആ മോനിക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ വന്നുപോയില്ലേ, സഹിക്കുക. അപ്പേട്ടാ നമുക്ക് ഭാവനയുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാം. എടി അങ്ങനെ പോകുന്ന നാണക്കേട്. അതിനർത്ഥം നമ്മളെ ഇവിടെയായിട്ട് കഷ്ടപ്പെടുത്തിയെന്നല്ലേ? അതും ശരിയാ. അപ്പേട്ടനറിയോ, വീടിന്റെ മുറ്റം മുഴുവൻ ആ സരസ്വ എന്നെ കൊണ്ട് വൃത്തിയാക്കിച്ചു. അതെപ്പോ? വൈകുന്നേരം അപ്പേട്ടൻ പുറത്തു പോയപ്പോ ആ സരസ് പറയാ അവക്ക് നടുവേദനയാണെന്ന്. അതാ പറഞ്ഞത്, ഇവിടെ ശരിയാവില്ല. എന്നിട്ട് പല്ലുപേര് കണ്ടില്ലേ? അവളാ ചൂലെടുത്തോണ്ട് തന്നത്. ഇതെന്താ, കഞ്ഞിയോ? അതെ, ഇവിടെ മിക്കപ്പോഴും രാത്രി കഞ്ഞ. എന്താ കഞ്ഞി കുടിക്കില്ലേ? അല്ല, ഹോസ്പിറ്റലിൽ വെച്ച് കഞ്ഞി കുടിച്ച് മതിയായതാ. ആണോ? അയ്യോ, ഞങ്ങൾ ഇവിടെ ഈ കഞ്ഞിയെങ്കിലും കിട്ടണമെന്നുള്ള പ്രാർത്ഥനയില്ല. കൂടി 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 വേണേ പറഞ്ഞാ മതി, ഇനിയും തരാം. പപ്പേട്ട, ഇതിൽ കൂടുതലും വെള്ളവാ. നീ തൽക്കാലം കുടിക്കുക ജാനകി. നീ കൊടിക്കൊടി ജാനകി, നിന്നെ ഇവിടുന്ന് ഓടിക്കാൻ ഇതേ വഴിയുള്ളൂ. നേരെ ഒന്ന് വെളുത്തോട്ടെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സർജു, നല്ല വിശപ്പ്. പോരട്ടെ പോരട്ടെ, ഇപ്പൊ എടുത്തോണ്ട് വരാം. എന്താ മച്ചമ്പി, ഹാപ്പി അല്ലേ? പിന്നെ ഭയങ്കര ഹാപ്പി അല്ലേ? ഞങ്ങളുടെ വീട്ടിൽ പോലും ഞങ്ങൾ ഇത്രയും സന്തോഷിച്ചു. അതാണ് മോനിമോൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊന്നും ഒരു കുറവും വരത്തില്ലെന്ന്. എന്നിട്ടും മോനിയും പല്ലവിയും കണ്ടില്ലല്ലോ, അവരോട് പോയി. അവരിപ്പോ മാതൃക കപ്പിൾസ് അല്ലേ, കറങ്ങാൻ പോയിരിക്കുക. ചൂടുണ്ടല്ലേ? ഇങ്ങോട്ട് തട്ട്. അതെന്താ സരസു, ഞങ്ങളാരും ചപ്പാത്തി കഴിക്കില്ലേ? അയ്യോ, അതുകൊണ്ടല്ല നാത്തൂനെ, ഉത്തമണ്ടിനകത്ത് ചപ്പാത്തി ഇല്ലാണ്ട് പറ്റില്ല. ഷുഗറിന്റെ ആരംഭമുണ്ടേ, അതാ. അത് മാത്രമല്ല നാത്തൂനെ, ഒരാൾക്ക് മാത്രമുള്ള മാവേ ഉണ്ടായിരുന്നുള്ളൂ. നാത്തൂന് ചപ്പാത്തി ഉണ്ടെങ്കിൽ നാളെ നാത്തൂൻ തന്നെ ചപ്പാത്തി ഉണ്ടായി കഴിച്ചോ. എനിക്ക് 2 ചപ്പാത്തി തിന്നാലേ ശരിയാവുള്ളൂ ഒച്ചപ്പി. ഈ ചപ്പാത്തി തന്നിട്ട് രണ്ടെണ്ണം വീശുമ്പോൾ ഒരു സുഖമുണ്ടല്ലേ. ഓ, എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ ഞാൻ പിന്നെ വേറൊരു ലോകത്താ മച്ചപ്പി. അപ്പൊ സ്ഥിരമായിട്ട് മദ്യപിക്കാറുണ്ടല്ലേ? പിന്നല്ലാതെ ഓട്ടം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം വാങ്ങുന്നതേ മറ്റവരാ. അത് കഴിഞ്ഞാൽ ഞാൻ വീട്ടു സാധനങ്ങളൊന്നും വാങ്ങിക്കോളൂ അല്ലേ. അതേ നാത്തൂനെ, പക്ഷെ ഒന്നിനും ഒരു കുറവ് വരത്തില്ല കേട്ടോ. നാത്തൂനെ, എനിക്ക് ഭയങ്കര തലവേന, ഞാൻ പോയി കിടന്നോട്ടെ. ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചേക്കണേ. നീ ചെല്ലു ചേർസു, അതൊക്കെ ജാനകി ചെയ്തോളൂ അല്ലേ. അമ്മേ, ആ എത്തിയാ? അമ്മേ, നിങ്ങളിത് എവിടെ പോയതാ? പല്ലവിക്കൊന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞു, അങ്ങനെ പോയതാ.
അല്ല, നിങ്ങളൊന്നും കഴിക്കുന്നില്ലേ? ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചേച്ചാ. എന്നാ പിന്നെ ചെന്ന് കിടക്ക. കഞ്ഞിയാണല്ലോ, നല്ലതാ. ആരോഗ്യം കൂടും, നല്ല ഉറക്കം കിട്ടും.